പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഇടതുപക്ഷത്തിനെതിരായ ഒരു കമ്മ്യൂണൽ ഇക്വേഷൻ സംസ്ഥാനത്ത് വർക്കൗട്ടായി എന്നതാണ് ചില സൂചനകൾ നൽകുന്നത്. അതിലേറ്റവും പ്രധാനം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതുപക്ഷത്തിന് എതിരായി പ്രവർത്തിച്ചു എന്നതാണ് കാരണം. ഇത് പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ വളരെ പ്രകടമായി താനും. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അത് എതിരായ രാഷ്ട്രീയ ഫലമുണ്ടാക്കുമെന്നതാണ് സാഹചര്യം. അതാണ് പൊതുവിൽ പ്രവചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ നിലവിൽ എക്സിറ്റ് പോളുകൾ മുന്നോട്ട് വെച്ച സാധ്യതകളും അതാണ്. അതായത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതുപക്ഷത്തിനെതിരായി. അങ്ങനെയെങ്കിൽ ഇത്തവണ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം ഈ ഒരു ഘടകമായിരിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. അതായത് ഇത് വോട്ട് വൈബ് നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. വോട്ട് വൈബിൻ്റെ ഈ സർവേയിൽ നോക്കൂ, മുസ്ലിം വോട്ടുകളുടെ ശതമാനം UDFന് 54% വോട്ടുകൾ ലഭിക്കുമെന്ന കണക്കൂട്ടൽ വരുന്നു. അതേസമയം മുസ്ലിം വോട്ടുകളിൽ വെറും 34% മാത്രമായിരിക്കും ഇടതുപക്ഷത്തിന്. NDAക്ക് 4.9%. അത് ചിത്രത്തിലേക്ക് വരേണ്ടതില്ല. എന്തായാലും UDFനാണ് പകുതിയിലധികവും ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ലഭിക്കുക എന്നതാണ് കണക്കുകൂട്ടുന്നത്. അതിൽ ഇടതുപക്ഷത്തിന് 34.2% വോട്ടുകൾ എന്നതാണ് വോട്ട് വൈബിൻ്റെ കണക്കിലേക്ക് വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു കണക്കിനെ നോക്കാം. ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേ, അവരുടെ എക്സിറ്റ് പോൾ കണക്കുകളെ കൂടി ഉദാഹരിക്കാം. ആ കണക്കിലേക്ക് വരുമ്പോൾ നോക്കുക, നമുക്ക് സാഹചര്യം വളരെ വ്യക്തമാണ്. നോക്കൂ, UDF 63% മുസ്ലിം വോട്ടുകൾ സമാഹരിക്കും. ഇടതുപക്ഷം സമാഹരിക്കുക 31% മാത്രം. നോക്കൂ, അതായത് -17 ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന വോട്ടുകൾ, മുസ്ലിം വോട്ടുകളുടെ -17. തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പുമായുള്ള ഒരു താരതമ്യമായിരിക്കാം ഒരു പക്ഷേ ഈ സർവേയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് വ്യക്തമാവുന്ന കാര്യം. 63% മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും UDFന് നേടുമ്പോൾ ഇടതുപക്ഷത്തിന് 31% വോട്ടുകൾ എന്ന് മാത്രമാണ് ഈ കണക്കെടുപ്പിൽ വരുന്നതെന്നാണ് സാഹചര്യം. ഇത് ആക്സിസ് മൈ ഇന്ത്യ സർവേയുടെ ഭാഗമായി ഉണ്ടാവുന്ന കണക്കാണ്. അതായത് രണ്ട് എക്സിറ്റ് പോളുകളെ നമുക്ക് ഉദാഹരിക്കുമ്പോൾ വ്യക്തമാവുന്ന ഒരു കാര്യം, സംസ്ഥാനത്തിൻ്റെ ഈ പൊതു ചിത്രത്തിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം ഇടതുപക്ഷത്തിന് വിരുദ്ധമായി സംഭവിച്ചിട്ടുണ്ടാകാം എന്ന സാഹചര്യം. നമ്മൾ ഇതിൻ്റെ വസ്തുതയുടെ ഒരു പരിശോധനയിലേക്കാണ് പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ സർവേയുടെ കണക്കെടുപ്പുകൾ ശരിയാണോ? എന്താണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതുപക്ഷത്തിന് വിരുദ്ധമായി സംഭവിച്ചിട്ട് ഉണ്ടാകുമോ? മുൻകാലങ്ങളിൽ എത്ര ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടാറുണ്ട്? ഈ സാഹചര്യം കൂടിയാണ് നമുക്ക് പരിശോധിക്കുന്നത്. അവിടെ നമ്മൾ കണക്കെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉദാഹരിക്കുന്നത് CSDS ലോക്നീതി സർവേയുടെ ഒരു കണക്കെടുപ്പാണ്. ഈ കണക്കെടുപ്പ് ഇടതുപക്ഷത്തിന് കിട്ടാറുള്ള വോട്ടുകൾ, ഇടതുപക്ഷം 3 മുന്നണികൾക്കും കിട്ടാറുള്ള കാസ്റ്റ് വൈസ് വോട്ടുകളുടെ ഒരു താരതമ്യമാണ് നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ പറയുന്ന ഒരു കാരണം നോക്കൂ, അതായത് കഴിഞ്ഞ 4 അസംബ്ലി ഇലക്ഷനുകളുടെ ഒരു താരതമ്യമാണ്. 2006 മുതൽ 2021 വരെയുള്ള കാസ്റ്റ് വോട്ടുകൾ ഏത് രീതിയിൽ കേരളത്തിൽ പോൾ ചെയ്യപ്പെട്ടു എന്നതിൻ്റെ ഒരു താരതമ്യമാണ് നമ്മൾ നടത്തുന്നത്. ഈ CSDSൻ്റെ ഈ സർവേയിൽ അവർ പുറത്തുവിട്ട കണക്ക് പ്രകാരമാണ്. ആ കണക്ക് പ്രകാരം 2006 മുതൽ 2021 മുതലുള്ള കാസ്റ്റ് വൈസുള്ള വോട്ട് താരതമ്യം, അതിൽ നായർ വോട്ടുകളുടെ കണക്കെടുപ്പ് പറയുന്നുണ്ട്, ഈഴവ വോട്ടുകളുടെ കണക്ക് പറയുന്നുണ്ട്. ഇനി മുസ്ലിം വോട്ടുകളിലേക്ക് വരുമ്പോഴാണ് നമ്മളിപ്പോഴത്തെ ഈ താരതമ്യം നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ 4 അസംബ്ലി ഇലക്ഷനുകളിൽ 2006 മുതൽ 2023 മുതലുള്ള താരതമ്യം നോക്കൂ. അതായത് 34.50 വോട്ടുകളാണ് മുസ്ലിം വോട്ടുകളായി LDFന് കിട്ടിയിട്ടുള്ളൂ. അതേസമയം അത് UDFൻ്റെ കണക്കിലേക്ക് പോകുമ്പോൾ UDFന് 59.5% വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഇതിൽ BJP വോട്ട് ശതമാനത്തിൽ അല്പം വർധനവുണ്ടായിട്ടുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ അല്പം കൂടി അനുകൂലമായ സാഹചര്യം സ്വീകരിച്ചിട്ടുണ്ടാവും. 7% അത് ആ കണക്കെടുപ്പ് ഇപ്പോൾ തൽക്കാലം വരേണ്ടതില്ല. ഒരു കാര്യം വ്യക്തമാണ്, 34.50% കേരളത്തിൻ്റെ 2006 മുതൽ 2021 മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള 4 തെരഞ്ഞെടുപ്പുകൾ താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് കണക്കെടുപ്പിൽ ഇടതുപക്ഷത്തിൽ ലഭിക്കാറുള്ള മുസ്ലിം വോട്ടുകൾ 34% മാത്രമാണ്.
അങ്ങനെയെങ്കിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. അതേസമയം നമുക്ക് നോക്കാവുന്ന മറ്റൊരു കണക്ക് കൂടിയുണ്ട്. അസംബ്ലി ഇലക്ഷൻ നോക്കൂ. കഴിഞ്ഞ 4 അസംബ്ലി ഇലക്ഷനുകൾ, പാർലമെൻറ്റ് ഇലക്ഷനുകൾ കഴിഞ്ഞ 4 പാർലമെൻറ്റ് ഇലക്ഷൻ 2004 മുതൽ 2019 വരെയുള്ള പാർലമെൻറ്റ് ഇലക്ഷനുകളുടെ താരതമ്യം കൂടി ഇതിൽ വരുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ 27% മുസ്ലിം വോട്ടുകളാണ്, ആവറേജ് മുസ്ലിം വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് ലഭിക്കാറുള്ളത്. അതേസമയം UDF ലഭിക്കുന്നത് 62% വോട്ടുകളാണ്. അതായത് ഒരു കാര്യം വ്യക്തമാണ്, പാർലമെൻറ്റിലേക്ക് കൂടുതലായി മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ UDF കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം വ്യക്തമാവുകയാണ്. ഇടതുപക്ഷത്തിന് കുറവാണ്. അതേസമയം അസംബ്ലിയിലേക്ക് വരുമ്പോൾ ആ തോതിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ 34% മുസ്ലിം വോട്ടുകൾ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നു എന്നാണ് സാഹചര്യം. അതേസമയം അത് UDF കണക്കെടുപ്പിൽ 59.50% ഇവിടെയാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അതായത് നമ്മൾ ഇനി പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടിയാണ്. അതായത് ഈ തോത് ഏത് രീതിയിൽ എക്സിറ്റ് പോളുകളുമായി നമുക്ക് താരതമ്യം ചെയ്യാമെന്നുള്ളതാണ്. അതായത് 34%. ഓർക്കുക, കഴിഞ്ഞ 2006 മുതൽ 2021 വരെയുള്ള കണക്കെടുപ്പ് പ്രകാരം 34% മുസ്ലിം വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്നത്. ഇത് എക്സിറ്റ് പോളുകളുടെ കണക്കുമായി നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശ ചിത്രം വ്യക്തമാകുന്നത് 34% എങ്കിൽ ഈ സർവേ കണക്കിലേക്ക് നമുക്ക് വരുമ്പോൾ ഇത് 34% തന്നെയാണ്. അതായത് വോട്ട് വൈബിൻ്റെ കണക്കെടുപ്പിലും ഇടതുപക്ഷത്തിന് 34% വോട്ടുകൾ തന്നെയാണ്. അതായത് അതിൻ്റെ ചുരുക്കം ഇതാണ്, കഴിഞ്ഞ 2001 മുതലുള്ള കണക്കെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിക്കാറുള്ള മുസ്ലിം വോട്ടുകൾക്ക് സമാനമായ വോട്ടുകൾ ഇത്തവണയും കിട്ടുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം. ഒരുപക്ഷെ തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ, 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ മാറ്റമുണ്ടാകുന്നു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത മുസ്ലിം വോട്ടുകളിൽ ആ ബോയ്സിൽ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് എന്ന വസ്തുതയാണ് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തുന്നത്. ഇതിൽ നോക്കൂ, 31% ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കെടുപ്പ്. 34 എന്നുള്ളത് 31 കുറഞ്ഞിട്ടുണ്ടോ എന്നതാണ് സാഹചര്യം. -17 എന്ന് പറയുന്നത് ഒരു പക്ഷേ 2021 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോഴാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ ആവറേജ് കണക്ക്, അതായത് ഇടതുപക്ഷത്തിന് ലഭിക്കാറുള്ള മുസ്ലിം വോട്ടുകളുടെ 34 എന്ന കണക്കെടുപ്പും ഈ എക്സിറ്റ് പോളിൻ്റെ കണക്കെടുപ്പും തമ്മിൽ ഏറെക്കുറെ ചേർന്ന് പോകുന്നതാണ്. അതിൻ്റെ ചുരുക്കം ഇതാണ്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാറുള്ള പരമ്പരാഗത മുസ്ലിം വോട്ടുകളിൽ ഇത്തവണയും മാറ്റമുണ്ടായിട്ടില്ല എന്നതാണ്. അതായത് പൂർണ്ണമായും മുസ്ലിം വോട്ടുകളുടെ ഇടതുപക്ഷ വിരുദ്ധ ഏകീകരണം നടന്നിട്ടില്ല എന്നൊരു കണക്കാവണം ഈ എക്സിറ്റ് പോളുകളിൽ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇതിനകം പുറത്തു വരുന്ന ചർച്ചകൾ ആ രീതിയിലായിരിക്കില്ല സംഭവിക്കാൻ എന്ന സൂചന കൂടിയാണ് ഈ കണക്ക് നമുക്ക് നൽകുന്നത്. പൂർണ്ണമായും മുസ്ലിം വോട്ടുകൾ ഇടതുവിരുദ്ധമായിട്ടില്ല. മുസ്ലിം വോട്ടുകളുടെ 1% അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ അധികമായി കിട്ടിയ മുസ്ലിം വോട്ടുകളാണ് ഇത്തവണ ഇടതുപക്ഷത്തിന് കൈവശം വന്നിരിക്കാൻ സാധ്യത. പരമ്പരാഗത മുസ്ലിം ഇടതു വോട്ടുകൾ ഇടതുപക്ഷത്ത് തന്നെയുണ്ട് എന്നതാണ് ഈ കണക്കുകൾ നമുക്ക് മുന്നിൽ തെളിയിക്കുന്നത് എന്നതാണ് സാഹചര്യം. ആ കണക്കുകൾ തന്നെയാണ് ഇത് പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എക്സിറ്റ് പോൾ നൽകിയിരിക്കുന്ന സൂചന പ്രകാരം സംസ്ഥാനത്തെ ഇടതുപക്ഷം നഷ്ടം നേരിടുന്നത് ഒരു പ്രധാനപ്പെട്ട ഏജ് ഗ്രൂപ്പിൽ നിന്നാണ്. അതായത് ജെൻസി വോട്ടുകളാണ്, പുതുതലമുറ വോട്ടുകളാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന ആദ്യ ന്യൂ വോട്ടർമാർ, നവാഗതരായ വോട്ടർമാർ ഇത്തവണ ഇടതുപക്ഷത്തെ കാര്യമായി വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന കണക്കെടുപ്പ് കൂടിയാണ് എക്സിറ്റ് പോളുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. അതെന്ത് എങ്ങനെയെന്നു കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വോട്ട് വൈബിൻ്റെ കണക്കിൽ തന്നെ അത് പറയുന്നുണ്ട്. അതായത് വോട്ട് വൈബിൻ്റെ കണക്കെടുപ്പിൽ പറയുന്നത് 18 മുതൽ 24 വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ പെടുന്നവർ UDF വോട്ട് ചെയ്യുന്നവർ 47%, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് 36%. സാധാരണ രീതിയിൽ പുതു വോട്ടർമാർ ഇടതുപക്ഷത്തോട് അല്പം താല്പര്യം കൂടുതൽ കാട്ടാറുണ്ട്. ഒരുപക്ഷെ ഇത്തവണ സംഭവിക്കുന്ന അതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജെൻസി വോട്ടർമാർ ഇടതുപക്ഷത്തെയല്ല UDF വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് സാഹചര്യം. അടുത്ത ഒരു സർവേയിലേക്ക് കൂടി പോകാം. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിലേക്ക് പോകുമ്പോഴും ഇത് വളരെ പ്രകടമാണ്. നോക്കൂ, ഇവിടെയും ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് 18 മുതൽ 19 വയസ്സ് വരെ ഇടയിൽ പ്രായമുള്ള ആ വോട്ടർമാരിൽ 62% UDF പിന്തുണച്ചിരിക്കുന്നത്. അതിൽ 62% ആളുകളും പിന്തുണച്ചിരിക്കുന്നത് UDF എന്ന സാഹചര്യമുണ്ട്. ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ അത് 26% മാത്രമാണ് എന്നതാണ് സാഹചര്യം. മുൻകാല തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതായത് +25% ഹൈക്കാണ്, കൂടുതൽ നേട്ടമാണ് UDF ഉണ്ടായിരിക്കുന്നത്. അതേസമയം
ഇടതുപക്ഷത്തിന് 12% കുറവുമാണ് ഉണ്ടായിരിക്കുന്നത്. ജൻസി വോട്ടർമാർ ഒരു കാര്യം വ്യക്തമാണ്, UDF തന്നെയാണ് പ്രതീക്ഷ വെച്ചത്, ഇടതുപക്ഷത്തെ കൈവിടുന്നു എന്നൊരു സാഹചര്യം കൂടി ഈ കണക്കെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഏജ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കണക്കെടുക്കുമ്പോൾ അതാണ് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഒരുപക്ഷേ ഏറ്റവും ശ്രദ്ധേയവും നിർണായകവുമാകുന്ന ഒരു കണക്ക് കൂടി ആയി അത് ഒരുപക്ഷേ മാറിയേക്കാമെന്ന സാഹചര്യം കൂടിയുണ്ട്. ജൻസി വോട്ടർമാർക്ക് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തോട് ഈ എതിർപ്പ് വരാൻ കാര്യം? ഒരുപക്ഷേ ഭരണ വിവാദങ്ങളാവാം, സമീപകാലത്ത് സോഷ്യൽ മീഡിയ ചർച്ചകളാവാം, അവരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരുപക്ഷേ അതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരുപക്ഷേ ഇത്തരം ഘടകങ്ങൾ അവരെ സ്വാധീനിച്ചിരിക്കാം. ഒരു ഭരണമാറ്റം ഉണ്ടാവട്ടെ എന്ന ചിന്തയാവാം UDF-ൻ്റെ നയപരിപാടികളോടുള്ള അമിതമായ താല്പര്യത്തിനപ്പുറം ഒരു ഭരണമാറ്റം ഉണ്ടാവട്ടെ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാവാം ഒരുപക്ഷേ ജൻസി വോട്ടർമാർ ഇത്തവണ UDF-നെ കൂടുതലായി പിന്തുണച്ചത് എന്ന കാരണം ഒരുപക്ഷേ ശരിയായെന്ന് വരാം. എന്തായാലും നമുക്ക് എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന പ്രകാരം ഇത്തവണ ഇടതുപക്ഷത്തിന് ഏറ്റവും വെല്ലുവിളി ഉണ്ടാക്കുക ജൻസി വോട്ടർമാരാണ്. അവരാണ് പുതു വോട്ടർമാർ വിശ്വാസമർപ്പിച്ചത് UDF-നെയാണ്. അവരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ ഒരുപക്ഷേ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷവും സമാനമായി തന്നെ പുതുതലമുറ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ അത് അവരെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. പുതുതലമുറ വോട്ടർമാർക്ക് ഇപ്പോഴും ഇത്തവണ ഇഷ്ടം UDF തന്നെയാണ് എന്നതാണ് സാഹചര്യം. അതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലുള്ള പലതരത്തിലുള്ള വിശകലനങ്ങളാണ് നടക്കുന്നത്. അതിൽ ഈ ഏജ് ഗ്രൂപ്പിൻ്റെ സാന്നിധ്യം വളരെ പ്രകടമാണെന്ന കാര്യമാണ് വസ്തുത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.